കോളിഫ്ലവർ പക്കോട ടീ ടൈം സ്നാക്സാണ്. അപ്പോൾ ഇത് കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ചുടുവെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ട് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കണം അത്. അതേസമയം നമുക്ക് അതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഒരു 1.5 കപ്പ് കടലപ്പൊടി എടുക്കണം, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കായം, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന്, അഥവാ അത് ഓപ്ഷണലാണ്, 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ബാറ്ററാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിൽ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അത് ഇളക്കി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. അതുവരെ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ നമുക്കത് നല്ല കൺസിസ്റ്റൻസി ആയി. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലിട്ട് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അതേസമയം നമുക്കൊരു കടായി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അത് ചൂടാക്കണം, ഹൈ ഫ്ലെയിം വെക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിൽ ഇത് ഓരോന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. കാരണം ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഇതിന് ശരിക്കും മുകളിൽ പെട്ടെന്ന് കരിയും മുകൾ ഭാഗം, പക്ഷെ ഉള്ളിലത് വേവില്ല. അതുകൊണ്ടാണ്. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ ഇതൊരു 4-5 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ചെയ്യാം. ശരിക്കും ഇതൊരു നല്ലൊരു ടീ ടൈം സ്നാക്സ് ആണത്. അത് ചൂടോടെ ഉപയോഗിക്കണം. ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചട്നിയാണ്. പുതിന, നമ്മുടെ മല്ലിയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സ്വീറ്റ് ചട്നി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സോസ് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അത് നല്ല ടേസ്റ്റി, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വ്യൂവിങ്. താങ്ക് യു വെരി മച്ച്.